കൈപ്പത്തി കലർത്തി വെക്കുന്നു, കണ്ണ് അടയ്ക്കുന്നു. എന്നിട്ട് ഭൂമിയുമായി സ്പർശിക്കുന്ന ശരീരഭാഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റി, കാവ്സ് മസിൽസ്, തൈസ്, ബട്ടക്സ്, ലോവർ ബാക്ക്, അപ്പർ ബാക്ക്, ആംസ്, നമ്മളുടെ തലയുടെ പിൻവശം, ഷോൾഡേഴ്സ്, ഇത്രയും ഭാഗങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുന്നുണ്ട്. ആ ഭൂമിയുമായിട്ടുള്ള സ്പർശാനുഭവത്തെ നമ്മൾ അറിയുക. ശരീരഭാരത്തെ സാവധാനം ഭൂമിയിലേക്ക് വിട്ടുകൊടുക്കുക. ഭൂഗുരുത്വാകർഷണത്തിന് ശരീരത്തെ വിട്ടുകൊടുക്കുക. നമ്മുടെ മസിൽസിനെ, നാഡീബന്ധങ്ങളെ, പേശീബന്ധങ്ങളെ പൂർണ്ണമായും അയച്ചിടുക. ശരീരത്തെ പൂർണ്ണമായും നമ്മൾ അയച്ചിടുന്നു. ശേഷം ഒരു 3-5 തവണ ഡീപ് ബ്രീത്ത് ചെയ്യുക. മൂക്കിലൂടെ ബ്രീത്ത് എടുക്കും, വായിലൂടെ വിടും. വീണ്ടും മൂക്കിലൂടെ ബ്രീത്ത് എടുക്കും, വായിലൂടെ വിടുക. ദീർഘമായി മൂക്കിലൂടെ ബ്രീത്ത് എടുക്കുക, വായിലൂടെ വിടുക. ഇത് ഒരു വിശ്രമ നിലയാണ്. യോഗാസനം ചെയ്യുന്നതിന് മുമ്പ് ശരീരത്തെ നമ്മളൊന്ന് വിശ്രമിപ്പിക്കുന്നു. ഇനി പൊസിഷനിലേക്ക് നമ്മൾ വരികയാണ്. ഏത് ആസനം ചെയ്യുന്നതിന് മുമ്പും ആസനം ചെയ്യുന്നതിനുള്ള പൊസിഷൻ. ഇവിടെ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് സുപ്ത ഉദര ആകർഷണാസനമാണ്. സുപ്ത ഉദരാകർഷണാസനം. അത് ചെയ്യാനായി കാലുകൾ കൂട്ടിച്ചേർക്കുക, കൈകൾ ശരീരത്തോട് ചേർത്ത് കമഴ്ത്തി വെക്കുക, കണ്ണടച്ചോ തുറന്നോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒരു ബ്രീത്ത് എടുക്കുക, വിടുക. അടുത്ത ബ്രീത്ത് എടുത്തുകൊണ്ട് കാലുകൾ ലംബമായി ശരീരത്തോട് ചേർക്കുന്നു, ബ്രീത്ത് വിടുന്നു. ബ്രീത്ത് എടുത്തുകൊണ്ട് കൈകൾ ഇന്റർലോക്ക് ചെയ്യുക, തലയുടെ പുറകിൽ വെക്കുക, ബ്രീത്ത് വിടുക. ഇത് സുപ്ത ഉദരാകർഷണാസനം ചെയ്യുന്നതിനുള്ള പൊസിഷനാണ്. ഇനി ശ്വാസം എടുക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഇടതുവശത്തേക്കും തല വലതുവശത്തേക്കുമായിട്ട് ചലിപ്പിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ വലതുവശത്തേക്കും തല ഇടതുവശത്തേക്കുമായിട്ട് ചലിപ്പിക്കുക. ഒരു റൗണ്ടായി. ശ്വാസം എടുത്ത് നേരെ വരും. ശ്വാസം വിട്ട് എതിർദിശയിലേക്ക്, വലതുവശത്തേക്കും ഇടതുവശത്തേക്കുമാണ് നമ്മൾ ഈ കാലുകൾ ചലിപ്പിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് തല നമ്മൾ ചലിപ്പിക്കണം. ശ്വാസം വിട്ടുകൊണ്ടാണ് താഴത്തേക്ക് പോകുക. ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മൾ കാലുകൾ ഉയർന്ന് തല നേരെ വരുന്ന പൊസിഷനിൽ വരും. അങ്ങനെ ഈ ഒരു പ്രാക്ടീസ് മിനിമം ഒരു 7 റൗണ്ട് 10 റൗണ്ട് നമ്മൾ ചെയ്യുക. നിശ്ചിത റൗണ്ട് കഴിഞ്ഞാൽ ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് വിട്ട് കാലുകൾ താഴേക്ക്, ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് വിട്ട് കൈകൾ താഴേക്ക്, കാലുകൾ അകറ്റി വെച്ച്, കൈകൾ അകറ്റി വെച്ച്, കണ്ണടച്ച് നമ്മൾ വിശ്രമിക്കുന്നു. ഏത് യോഗാസനം കഴിഞ്ഞാലും നമ്മൾ വിശ്രമിക്കണം. വിശ്രമ നിലയിൽ നിന്ന് പരിശീലനത്തിലേക്കും പരിശീലനത്തിൽ നിന്ന് വിശ്രമ നിലയിലേക്ക് വരുന്നതുമാണ് യോഗാസനങ്ങളുടെ പൊതുവായ രീതി. ഇവിടെ വിശ്രമിക്കുമ്പോൾ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, ചലിപ്പിച്ച ഭാഗം. 2, ചലനഫലമായി സ്വാധീനമുണ്ടായ ഭാഗം. 3, ശരീരം. 4, ദൃഷ്ടി. 5, ശ്വാസഗതി. 6, മനസ്സ്. ഈ 6 കാര്യങ്ങൾ ഓരോ യോഗാസനങ്ങൾ ചെയ്തതിനു ശേഷം വിശ്രമ നിലയിൽ ശ്രദ്ധിക്കണം. ഇവിടെ ആദ്യം ചലിപ്പിച്ച ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അരക്കെട്ടും കാലുകളും ശിരസുമാണ് നമ്മൾ ചലിപ്പിച്ചത്. അതിനെ ഒരു 10 സെക്കൻഡ് നിരീക്ഷിക്കുക. ചലനഫലമായി സ്വാധീനമുണ്ടായ ഭാഗങ്ങളാണ് 2. അതായത് അരക്കെട്ടാണ് ചലിപ്പിച്ചതെങ്കിലും അതിന്റെ സ്വാധീനം നമ്മളുടെ വയറിലും നെഞ്ചിലും പുറം ഭാഗത്തും ഒക്കെ ഉണ്ടായിരുന്നു. തലയാണ് ചലിപ്പിച്ചതെങ്കിലും നമ്മുടെ കഴുത്തിലും ഷോൾഡേഴ്സിലും അതിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. സ്വാധീനം ഉണ്ടായ ഭാഗങ്ങളെ 10 സെക്കൻഡ് ശ്രദ്ധിക്കുക. യോഗാസനത്തിന് ശേഷമുള്ള ശരീരത്തിന്റെ നില, ബോട്ടം ടു ടോ, അടി മുതൽ മുടി വരെ ഒരു 10 സെക്കൻഡ് നിരീക്ഷിക്കുക. കണ്ണുകളെ, അടഞ്ഞ കണ്ണുകളെ നിരീക്ഷിക്കുക. ശ്വാസഗതി ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും, അത് ശാന്തമാകുന്നത് വരെ ശ്വാസഗതിയെ നമ്മൾ നിരീക്ഷിക്കണം. മനസ്സ് റിലാക്സ് ആക്കി നമ്മൾ വെക്കുക. ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് യോഗാസനങ്ങൾക്ക് ശേഷമുള്ള വിശ്രമനില പൂർണ്ണമാകുന്നത്. ഇതാണ് ഒന്നാമത് നമ്മൾ പഠിച്ച സുപ്ത ഉദരാകർഷണാസനം. മിനിമം 7 മുതൽ 10 റൗണ്ട് വരെ ചെയ്യാം. ഈ യോഗാസനത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ അരക്കെട്ടിന് നല്ല വഴക്കവും ഒതുക്കവും ഉണ്ടാക്കും. ഉടവഴ്
അതേപോലെ ശരീരത്തിന്റെ ഈ ഭാഗങ്ങളിൽ അടിഞ്ഞു കൂടുന്ന ഫാറ്റ് ഇതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ആസനം വളരെ ഗുണപ്രദമാണ്. നട്ടലിനും നമ്മളെ പുറം ഭാഗത്തെ മസിലുകൾക്കും പേശികൾക്കും ഒക്കെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നു എന്നുള്ളതാണ്. ശരീരത്തിന് നല്ലൊരു ഊർജ്ജസ്വലത ഉണ്ടാക്കാനായിട്ട് ഈ ആസനം വളരെയധികം സഹായിക്കുന്നു. അങ്ങനെ ധാരാളം ഗുണങ്ങൾ സുപ്ത ഉദരാകർഷണാസനത്തിനുണ്ട്. ഇതിനുശേഷം രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ആസനമാണ് ഏകപാദ ചക്രാസനം. അത് ചെയ്യാനായി പൊസിഷനിലേക്ക് വരിക, കാലുകൾ കൂട്ടിച്ചേർക്കുക, കൈകൾ ശരീരത്തോട് ചേർത്ത് കമഴ്ത്തി വെക്കുക, കണ്ണടച്ചോ തുറന്നോ ചെയ്യാം. ബ്രീത്ത് എടുക്കുക, വിടുക. ഇനി ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്രീത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. വലത് കാൽ ഒരൽപ്പം താഴെ നിന്ന് ഉയർത്തുക. ഇതിനെ നമ്മൾ വലത് കാൽ കൊണ്ട് ഒരു വൃത്തം മുട്ടുവളയാതെ വലിയ ഒരു വൃത്തം നമ്മൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ദിശയിലേക്ക് ഒരു 5 തവണ കാലിനെ റൊട്ടേറ്റ് ചെയ്യുക. ശേഷം എതിർ ദിശയിൽ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് 5 റൗണ്ട് നമ്മൾ കാലിനെ റൊട്ടേറ്റ് ചെയ്യുക. പരമാവധി താഴേക്ക് വരണം, മുകളിലേക്കും തിരിച്ചടിക്കുക. ശ്വാസഗതി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതില്ല. 5 റൗണ്ട് കഴിഞ്ഞാൽ കാല് താഴെ വെക്കുക. വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാം. ഈ ചലിപ്പിച്ച നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വലത് കാലിന് 10 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. ഇടത് കാൽ ഇതേപോലെ മുകളിലേക്ക് ഉയർത്തി ക്ലോക്ക് വൈസ് ആയി നമ്മൾ ആദ്യം 5 റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ശേഷം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് അതിനെ 5 റൗണ്ട് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ നിശ്ചിത റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വലത് 5 ഇടത് 5 കഴിഞ്ഞാൽ കാലുകൾ തളർത്തിയിടുക, വിശ്രമമില്ല. ബ്രീത്ത് ആവശ്യമാണെങ്കിൽ ബ്രീത്ത് എടുക്കുക, വിടുക ഒരു 3-5 ടൈംസ്, അല്ലെങ്കിൽ ശാന്തമായി കിടക്കുക. ഒന്നാമതായി ചലിപ്പിച്ച ഭാഗം കാലുകളാണ് ചലിപ്പിച്ചത്. ഇരു കാലുകളെയും 10 സെക്കൻഡ് പുഞ്ചിരിയോടെ മനസ്സുകൊണ്ട് നിരീക്ഷിക്കുക. രണ്ടാമത് ചലനഫലമായി സ്വാധീനം ഉണ്ടായ ഭാഗം കാലുകളാണ് ചലിപ്പിച്ചതെങ്കിലും ഇതിന്റെ റൊട്ടേഷന്റെ സ്വാധീനം നമ്മളെ അരക്കെട്ടിലും വയറിലും പുറം ഭാഗത്തും ഒക്കെ ഉണ്ടാകുന്നു. അതിന് ഒരു 10 സെക്കൻഡ് ഒബ്സർവ് ചെയ്യുക. ചിലപ്പോൾ ചില മിടിപ്പുകൾ, തുടിപ്പുകൾ, വൈബ്രേഷൻ, ബ്ലഡ് സർക്കുലേഷന്റെ ഫീലിംഗ്സ് ഒക്കെ നമുക്ക് ഉണ്ടാകും. അതിനെ ഒബ്സർവ് ചെയ്യും. ഈ പ്രാക്ടീസിന് ശേഷമുള്ള ശരീരത്തിന്റെ അവസ്ഥ, നമ്മുടെ പാദം മുതൽ ശിരസ് വരെ ശരീരത്തെ ഒന്ന് പുഞ്ചിരിയോടെ ഒബ്സർവ് ചെയ്യുക. അടഞ്ഞ കണ്ണുകളെ അടുത്തതായി നിരീക്ഷിക്കുക. കൺപോളകൾ തമ്മിലുള്ള സ്പർശാനുഭവം അറിയാൻ ശ്രമിക്കുക. കണ്ണടച്ചിരിക്കുമ്പോൾ കൺപോളകൾ തമ്മിൽ സ്പർശിക്കുന്ന അനുഭവത്തെ അറിയാൻ ശ്രമിക്കുക. കണ്ണുകൾ റിലാക്സ് ചെയ്യുക. അടുത്തതായി ശ്രദ്ധ ശ്വാസഗതിയിലേക്ക് കൊടുക്കണം. എങ്ങനെയാണ് ഞാൻ ശ്വസിക്കുന്നത്? ഈ യോഗാസനത്തിന് ശേഷം എങ്ങനെയാണ് ഞാൻ ശ്വസിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ശാന്തമായി നടക്കുന്ന ശ്വാസ ഉച്ഛ്വാസഗതിയെ നിരീക്ഷിക്കുക. ശ്വാസം ഫാസ്റ്റ് ആണെങ്കിൽ അത് നോർമൽ ആണെന്നുള്ളതിനെ നിരീക്ഷിക്കണം. മനസ്സ്, ഐ എം റിലാക്സ്ഡ്, ഐ എം ഹാപ്പി. മനസ്സിൽ പറയുക, ഞാൻ ശാന്തനാണ്, ആരോഗ്യവാനാണ്, ഊർജ്ജസ്വലനാണ് എന്നുള്ള നിർദ്ദേശത്തെ 3-5 ടൈംസ് പറയുക. ഐ എം റിലാക്സ്ഡ്, ഐ എം ഹാപ്പി, ഐ എം എനർജറ്റിക്. ഐ എം റിലാക്സ്ഡ്, ഐ എം ഹാപ്പി, ഐ എം എനർജറ്റിക്. ഐ എം റിലാക്സ്ഡ്, ഐ എം ഹാപ്പി, ഐ എം എനർജറ്റിക്. പുഞ്ചിരിയോടെ അല്പസമയം അത് ആസ്വദിച്ചു കിടക്കുക. ഇതാണ് രണ്ടാമത്തെ ഏകപാദ ചക്രാസനം. അടുത്തത് ഏകപാദ സങ്കലനമാണ്. കാലുകൾ പൊസിഷനിലേക്ക് കൊണ്ടുവരിക, കൈകൾ ശരീരത്തോട് ചേർത്ത് കമഴ്ത്തി വെക്കുക. ഒരു ബ്രീത്ത് എടുക്കുക, വിടുക. മൂക്കിലൂടെയോ വായിലൂടെയോ ബ്രീത്ത് പുറത്തേക്ക് വിടാം. അടുത്ത നമ്മൾ വലത് കാൽ ഒരു ചക്രം ചവിട്ടിത്തിരിക്കുന്നത് പോലെ മുമ്പിലേക്ക് അതിനെ ചലിപ്പിക്കുക. ഒരു 5 റൗണ്ട് മുമ്പിലേക്ക്. ഇവിടെയും ശ്വാസഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. 5 റൗണ്ട് മുമ്പിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ 5 റൗണ്ട് ഇതിനെ പുറകിലേക്ക് ഇടുക. 1, 2, 3, 4, 5. ഇടത് കാൽ കഴിഞ്ഞ് വലത് കാൽ കഴിഞ്ഞ് ഇടത്. 1, 2, 3, 4, 5. തിരിച്ച് 1, 2, 3, 4, 5. കാലുകൾ തളർത്തിയിടുക. 2 കാലും ചെയ്ത് കഴിഞ്ഞാൽ കാലുകൾ തളർത്തിയിടുക. കണ്ണടച്ച് കിടക്കുക. കൈകൾ മലർത്തി വയ്ക്കുക. കണ്ണടച്ച് കിടക്കുക. 6 കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ചലിപ്പിച്ച ഭാഗങ്ങൾ. ഇരു കാലുകളെയും മനസ്സുകൊണ്ട് ശ്രദ്ധിക്കണം. 10 സെക്കൻഡ്. ചലനഫലമായി സ്വാധീനമുണ്ടായ ഭാഗങ്ങൾ, അരക്കെട്ട്, പുറം ഭാഗത്തെ മസിലുകളെ ശ്രദ്ധിക്കുക. പുഞ്ചിരിയോടെ ശരീരത്തെ അവെയർ ചെയ്യുക.
ശരീരത്തിന്റെ റിലാക്സേഷൻ അറിയുക. അടഞ്ഞ കണ്ണുകളുടെ റിലാക്സേഷൻ അറിയുക. കൺപോളകൾ തമ്മിൽ സ്പർശിക്കുന്നത് അറിയുക. ശ്വാസഗതിയെ നിരീക്ഷിക്കുക. ശ്വാസഗതി ഫാസ്റ്റ് ആണെങ്കിൽ നോർമൽ ആകുന്നത് വരെ അത് നിരീക്ഷിക്കുക. മനസ്സ്, എന്റെ മനസ്സ് ശാന്തമാണ്. ഐ ആം റിലാക്സ്, ഞാൻ ശാന്തമാണ്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഐ ആം എനർജറ്റിക്, ഞാൻ ഊർജ്ജസ്വലനാണെന്ന നിർദ്ദേശത്തെ 3-5 ടൈംസ് മനസ്സിൽ പറയുക. പുഞ്ചിരിയോടെ അല്പസമയം കിടക്കുക. ഇതാണ് ഏകപാദ സഞ്ചലനാസനം. ഇതെല്ലാം ഗത്യാത്മക ആസനങ്ങളാണ്. അതായത് ഗതിക്ക്, ചലനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബേസിക് അടിസ്ഥാന ആസനങ്ങളാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ക്ലാസിക് ആസനാസ് എന്ന് വിളിക്കുന്ന അടുത്ത വിഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതിലാദ്യമായി നമ്മൾ പഠിക്കുന്നത് അർദ്ധ മേരുദണ്ഡ ആസനമാണ്. ഈ പറയുന്ന സുപ്ത ഉദരാകർഷണാസനത്തിനും ഏകപാദ സഞ്ചലനാസനത്തിനും അതേപോലെ തന്നെ ഏകപാദ ചക്രാസനത്തിനും ഒക്കെ ഒരേ ഗുണങ്ങളാണുള്ളത്. കാലുകൾക്ക് ശക്തി പകരുന്നുണ്ട്, അരക്കെട്ടിന് ശക്തി പകരുന്നുണ്ട്. ക്ലാസിക് ആസനങ്ങൾ ചെയ്യാനുള്ള ശരീരത്തിന്റെ ബലം, കരുത്ത്, കഴിവ് ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അരക്കെട്ടിന് വഴക്കവും ഒതുക്കവും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യുൽപാദന അവയവങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ അരക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന സർവ്വ അവയവങ്ങൾക്കും കരുത്ത് നൽകുന്നുണ്ട്. നല്ല രീതിയിലുള്ള വ്യായാമം നൽകുന്നുണ്ട്. ശരീരത്തിന് ഒരു സ്ട്രക്ചർ, ഒരു ആകാര വടിവ് ഉണ്ടാക്കാനായിട്ട് ഈ ആസനങ്ങൾ സുപ്ത ഉദരാകർഷണാസനം, ഏകപാദ ചക്രാസനം, ഏകപാദ സഞ്ചലനാസനം എന്നിവ സഹായിക്കും. ശരീരത്തിന്റെ ഊർജ്ജസ്വലത വളരെയധികം വർദ്ധിപ്പിക്കും. ഈ പറയുന്ന ക്ലാസിക് ആസനാസ് ചെയ്യാനുള്ള കരുത്തും കഴിവും വഴക്കവും ശരീരത്തിനുണ്ടാകും. ഈ ആസനങ്ങൾക്ക് ശേഷമാണ് ക്ലാസിക് ആസനങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത്. ആദ്യത്തേത് അർദ്ധമേരുദണ്ഡ ആസനം. കാലുകൾ കൂട്ടിച്ചേർക്കുന്നു, കൈകൾ ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയിരിക്കുക. ഒരു ബ്രീത്ത് എടുക്കുക. വായിലൂടെയോ മൂക്കിലൂടെയോ അതിനെ വിടാം. അർദ്ധമേരുദണ്ഡാസനം ചെയ്യുന്നത് ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ 45 ഡിഗ്രി ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ 45 ഡിഗ്രി മുട്ട് വളയാതെ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഒരു റൗണ്ടായി. വീണ്ടും വലത് കാൽ മൂക്കിലൂടെ ശ്വാസം എടുത്തുയർത്തുക. മൂക്കിലൂടെ ശ്വാസം വിട്ട് താഴ്ത്തുക. ഇടത് കാൽ മൂക്കിലൂടെ ശ്വാസം എടുത്തുയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. വലത് കാൽ ശ്വാസം എടുത്തുയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ഇടത് കാൽ ശ്വാസം എടുത്തുയർത്തുക, ശ്വാസം വിട്ട് താഴ്ത്തുക. ഒരു താളത്തിൽ, ഒരു വൃത്തത്തിൽ നമ്മൾ ചെയ്യണം. അപ്പൊ 3 റൗണ്ടാണ് നമ്മൾ ചെയ്തത്. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 5, 7, 10 റൗണ്ട് ചെയ്യാം. ശേഷം കാലുകൾ അകറ്റി വെക്കുക, കൈകൾ അകറ്റി കൈപ്പത്തി മലർത്തി വെക്കുക, കണ്ണടച്ച് കിടക്കുക, വിശ്രമം കിട്ടുക. ചലിപ്പിച്ച ഭാഗങ്ങളെ, ചലനഫലമായി സ്വാധീനമുണ്ടായ ഭാഗങ്ങളെ, ശരീരത്തെ, ദൃഷ്ടിയെ, ശ്വാസത്തെ, മനസ്സിനെ നിരീക്ഷിച്ച് ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നമ്മൾ വിശ്രമിക്കണം. ഏത് ആസനം കഴിഞ്ഞാലും 30 സെക്കൻഡ് ടു 1 മിനിറ്റ് പുഞ്ചിരിയോടെ വിശ്രമിക്കണം. അർദ്ധമേരുദണ്ഡം, മേരുദണ്ഡം എന്നാൽ നട്ടൽ എന്നാണ്. അർദ്ധമേരുദണ്ഡം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്നതിന്റെ പകുതിയാണ്. കാലുകൾ ഓരോ കാലും മാറി മാറി ചെയ്യുന്നതാണ് ആ ഒരു രീതി. ഇനി പൂർണ്ണ മേരുദണ്ഡം എന്നുള്ളതാണ് രണ്ടാമത്തെ ആസനം. കാലുകൾ കൂട്ടിച്ചേർക്കുന്നു, കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. ശ്വാസമെടുത്ത് 2 കാലുകൾ ഒരുമിച്ച് മുട്ടുകളയാതെ 45 ഡിഗ്രി. ശ്വാസം വിട്ട് താഴ്ത്തി. 1. ശ്വാസം എടുത്ത് ഉയർത്തി, ശ്വാസം വിട്ട് താഴ്ത്തി. 2. ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തി. 3 റൗണ്ടാണ് ചെയ്തത്. 5, 7, 10 റൗണ്ട് ചെയ്യാം. ശേഷം കാലുകൾ അകറ്റി വെക്കുന്നു, കൈകൾ ശരീരത്തിൽ നിന്ന് അകറ്റി കൈപ്പത്തി മലർത്തി വെക്കുന്നു. ശരീരത്തെ തളർത്തിയിടുക, കണ്ണടച്ച് വിശ്രമിക്കുക. നമ്മൾ പറഞ്ഞ 6 കാര്യങ്ങളെ ശ്രദ്ധിച്ച് 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ നമ്മൾ വിശ്രമിക്കണം. അതാണ് മേരുദണ്ഡാസനം. അർദ്ധമേരുദണ്ഡാസനം എന്ന് വെച്ചാൽ ഓരോ കാലം മാറി മാറി ചെയ്യും. പൂർണ്ണ മേരുദണ്ഡം എന്ന് വെച്ചാൽ 2 കാലം ചേർത്ത് ചെയ്യും. മേരുദണ്ഡം അതായത് നട്ടെല്ലിനെ കരുത്തുറ്റതാക്കുന്ന ആസനമാണ്. അരക്കെട്ടിന് വഴക്കവും ഒതുക്കവും ഉണ്ടാക്കുന്നു, ഗുണവയറിനെ ഇല്ലായ്മ ചെയ്യുന്നു, അനാവശ്യമായ ശരീരത്തിൽ അടിച്ചുകൂട്ടുന്ന ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്നു, അകാരണമായി ഉണ്ടാകുന്ന ക്ഷീണം ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്ത് ശരീരത്തെ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുന്നതാണ് അർദ്ധമേരുദണ്ഡം. ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് അർദ്ധമേരുദണ്ഡത്തിനും പൂർണ്ണ മേരുദണ്ഡത്തിനും ഉള്ളത്. നട്ടെല്ലിന് കരുത്തും കഴിവും
വഴക്കവും പ്രദാനം ചെയ്യുന്ന ആസനമാണ്. ഓക്കെ, അർദ്ധമേരുദണ്ഡാസനം പൂർണ്ണമേരുദണ്ഡാസനം കഴിഞ്ഞാൽ നമ്മൾ മലർന്ന് കിടന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന അടുത്ത ആസനമാണ് നൗകാസനം, ബോട്ട് പോസ് എന്ന് പറയും. നമ്മൾ കാലുകൾ കൂട്ടിച്ചേർത്തുന്നു, കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക, ശ്വാസം എടുത്തുകൊണ്ട് നമ്മളുടെ കാലുകളും കൈകളും ഒരേ ദിശയിൽ വരത്തക്ക രീതിയിൽ, കാലുകൾ കൈകൾ ശിരസ് ഒരേ ദിശയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഉയർത്തുന്നു. ശ്വാസം വിട്ട് താഴ്ത്തുന്നു. 1, breathe in up, out, down, breathe in up, out, down. അങ്ങനെ 3, 5, 7, 10 റൗണ്ട് ചെയ്യുക. കാലുകൾ അകറ്റുക, കൈകൾ ശരീരത്തിൽ നിന്ന് അകറ്റി വിശ്രമിക്കുക. ഇതാണ് ബോട്ട് പോസ് എന്ന് വിളിക്കുന്ന നൗകാസനം. നൗകം, വള്ളം, ബോട്ട്. ഈ രീതിയിൽ ശരീരം ആ ഒരു പൊസിഷനിൽ വരുന്നത് കൊണ്ടാണ് ആ ഒരു പേര് ഇതിന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകതയും ഇതാണ്, കാലുകൾക്കും അരക്കെട്ടിനും അപ്പർ ബാക്കിനും ലോവർ ബാക്കിനും ശക്തി പകരുന്ന ആസനമാണ്. നാഡികൾക്ക് കരുത്തുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ശരീരബലം വർദ്ധിപ്പിക്കുന്നു, ശരീരാവയവങ്ങളെ മുഴുവൻ ഊർജ്ജസ്വലമാക്കുന്ന ആസനമാണ് നൗകാസനം എന്ന് പറയുന്നത്. നൗകാസനം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കൗണ്ടർ ആസനം എന്ന് വിളിക്കുന്ന മറ്റൊരു ആസനമുണ്ട്, അർത്ഥകണ്ഠരാസനം. അത് ചെയ്യാനായി കാലുകൾ കൂട്ടിച്ചേർത്തും കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. കാലുകൾ ലംബമായി ശരീരത്തോട് ചേർത്ത് വെക്കുന്നു. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തണം. ശ്വാസം വിട്ട് താഴ്ത്തുന്നു. 1, ശ്വാസം എടുത്ത് അരക്കെട്ട് ഉയർത്തും, ശ്വാസം വിട്ട് താഴ്ത്തും, ശ്വാസം എടുത്ത് അരക്കെട്ട് ഉയർത്തും, ശ്വാസം വിട്ട് താഴ്ത്തും. 3 റൗണ്ട് ചെയ്തു. 5, 7, 10 റൗണ്ട് ചെയ്യുക. കാലുകൾ അകറ്റി വെക്കുക, കൈകൾ കൈപ്പത്തി മലർത്തി കൈകൾ അകറ്റി വെക്കുക, കണ്ണടയ്ക്കുക, റിലാക്സ് ചെയ്യുക. ഇത് അർത്ഥകണ്ഠരാസനം എന്ന ആസനമാണ്. ഇതും അരക്കെട്ടിന് വഴക്കവും ഒതുക്കവും നൽകുന്ന ആസനമാണ്. അരക്കെട്ടിന് വഴക്കവും ഒതുക്കവും ബലവും ഉണ്ടെങ്കിൽ ഏത് ആസനങ്ങളും നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന മേരുദണ്ഡാസനമാണെങ്കിലും നൗകാസനമാണെങ്കിലും അർത്ഥകണ്ഠരമാസനമാണെങ്കിലും അരക്കെട്ടിന് വഴക്കവും ഒതുക്കവും ബലവും അതേപോലെ ഫ്ലെക്സിബിലിറ്റി, അതാണ് വഴക്കം നൽകുന്ന ആസനങ്ങൾ. ശരീരം ഊർജ്ജസ്വലമാക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്രയും ആണ് മലർന്ന് കിടന്ന് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ആസനം. ഇതിനുശേഷം നമ്മൾ കമഴ്ന്ന് കിടന്നുള്ള ആസനങ്ങളാണ് പ്രാക്ടീസ് ചെയ്യുക. അതിനു മുമ്പായിട്ട് ചരിഞ്ഞ് കിടന്നുള്ള ഒരു ആസനമുണ്ട്. ഇതിന്റെ പേര് അനന്താസനം എന്നാണ്. ഇത് ചെയ്യാനായി നമ്മൾ ആദ്യം വലതുവശത്തേക്ക് ചരിഞ്ഞ് കിടക്കും. അപ്പോൾ വലത് കൈകൊണ്ട് നമ്മളെ ചെവി അടഞ്ഞു പോകാതെ തലയിൽ താങ്ങി നിർത്തും. ഓക്കെ, ഇടത് കാലിനോട് ചേർത്ത് നമ്മൾ വെക്കും. നോട്ടം നേരെയായിരിക്കും. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നമ്മളുടെ ഇടത് കാൽ നമുക്ക് ഉയർത്താൻ പറ്റുന്ന അത്രയും തരത്തിൽ ലെവലിലേക്ക് നമ്മൾ അതിന് ഉയർത്തുക. അതായത് ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. 1, ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു, ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് നമ്മൾ താഴ്ത്തുന്നു. അപ്പൊ 3 റൗണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇതേ കാര്യം തന്നെ നമ്മൾ അടുത്ത സൈഡിലേക്ക് ചരിഞ്ഞ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ വലതുവശത്തേക്കാണ് നമ്മൾ ചെയ്തതെങ്കിൽ സാവധാനം ഇടതുവശത്തേക്ക് ചരിഞ്ഞ് ഇത് ചെയ്യണം. അപ്പോ ഇടത് കാലാണ് മുകളിൽ വരിക, ഇടത് കൈ കൊണ്ട് തലയിൽ നിന്ന് താങ്ങി നിർത്തും. ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു, ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴുന്നു, ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴുന്നു. 3 റൗണ്ടാണ് ചെയ്തത്. 5, 7, 10 റൗണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം ചെയ്താൽ കാലുകൾ കെട്ടി കൈകൾ കെട്ടി കണ്ണടച്ച് നമ്മൾ ശ്രമിക്കണം. 1/2 മിനിറ്റ് 1 മിനിറ്റ് വിശ്രമിക്കണം. ഇതാണ് ചരിഞ്ഞു കിടന്ന് ചെയ്യുന്ന ഒരു ആസനം. ഓക്കെ, അനന്താസനം അല്ലെങ്കിൽ അനന്തശയനാസനം. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കമഴ്ന്ന് കിടന്ന് ചെയ്യുന്ന ആസനങ്ങളാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ബോഡിയുടെ പൊസിഷൻ നമ്മൾ മാറ്റുന്നു. കമഴ്ന്ന് നമ്മൾ കിടക്കും. ഓക്കെ, കമഴ്ന്ന് കിടന്ന് ചെയ്യുന്ന ആസനങ്ങളിലെ വിശ്രമ നിലയാണ് മകരാസന വിശ്രമം. നമ്മുടെ കൈകൾ ഇന്റർലോക്ക് ചെയ്തിട്ട് താടി അതിന് മുകളിൽ വെച്ച് നമ്മൾ കിടക്കും. കാലുകൾ അകറ്റിയോ
ചേർത്ത് വെക്കുക. ഇതാണ് മകരാസന വിശ്രമ ആസനം. ആദ്യം ചെയ്യുന്നത് അർദ്ധശലഭാസനമാണ്. അത് ചെയ്യാനായി കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. കൈക്കൊത്തി മലർന്നു, പാദങ്ങൾ ചേർന്ന്, ശ്വാസം എടുത്തുകൊണ്ട് മുട്ട് വളയാതെ വലത് കാൽ മുകളിലേക്ക് നമ്മൾ ഉയർത്തും. ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ഇടത് കാൽ ശ്വാസം എടുത്തുയർത്തും, ശ്വാസം വിട്ട് താഴ്ത്തും. ഒരു റൗണ്ട്. വീണ്ടും വലത് കാൽ ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ഇടത് കാൽ ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. വീണ്ടും വലത് കാൽ ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. മൂക്കിലൂടെ ബ്രീത്ത് എടുക്കും. ഇടത് കാൽ ഉയർത്തും, മൂക്കിലൂടെ ബ്രീത്ത് വിടും, താഴ്ത്തും. അങ്ങനെയിപ്പോ വലത് ഇടത് 3 റൗണ്ട് ചെയ്യും. അങ്ങനെ 5, 7, 10 റൗണ്ട് ചെയ്യാം. ശേഷം മകരാസന വിശ്രമാസനം. കൈകൾ ഇന്റർലോക്ക് ചെയ്യുക, കമിഴ്ത്തി വെക്കുക, താടി അതിന് മുകളിൽ വെക്കുക, കണ്ണടച്ച് നമ്മൾ വിശ്രമിക്കും. ഇതാണ് മകരാസന വിശ്രമാസനത്തിൽ കിടക്കുക. 6 കാര്യങ്ങൾ, വിശ്രമ നിലയിൽ ചെയ്യുന്ന 6 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം പൂർണ്ണ ശലഭാസനം. നമ്മുടെ കൈകൾ തുടയുടെ ഉള്ളിലേക്ക് കയറും. ഓക്കെ, കാലുകൾ ചേർന്ന്, എന്നിട്ട് ശ്വാസം എടുത്ത് 2 കാലുകളും ഒരുമിച്ച് വരും. ശ്വാസം വിട്ട് താഴ്ത്തും. 1, ശ്വാസം വിട്ട് താഴ്ത്തും. 2, 3, ശ്വാസം വിട്ട് താഴ്ത്തും. അത് 3, 5, 7, 10 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ മകരാസന വിശ്രമാസന നിലയിൽ വന്ന് നമ്മൾ വിശ്രമിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അനൂപ റെക്കോർഡിംഗ് കറക്റ്റ് ആണല്ലോ അല്ലേ? അതെ അതെ, കറക്റ്റ് ആണ്. ശരി, ഓക്കെ. അടുത്തത് നമ്മൾ കമഴ്ന്നിരുന്ന് ചെയ്യുന്ന ആസനമാണ് ഭുജംഗാസനം. കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക, താടി സ്പർശിക്കുന്ന നിലയിൽ കിടക്കുക, കാലുകൾ ചേർന്നിരിക്കണം. ആദ്യം നമ്മൾ താടി നെറ്റി ഒന്ന് ടച്ച് ചെയ്യുക. വീണ്ടും താടി നെറ്റി ഒന്ന് ടച്ച് ചെയ്യുന്നു. 2 താടി നെറ്റി. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ കഴുത്തിന് ഇതിന് മുമ്പ് ഒരു വ്യായാമം ചെയ്യാനാണ്. അതിനുശേഷം ഒരു 3 പ്രാവശ്യം ടച്ച് ചെയ്തതിനു ശേഷം നമ്മുടെ താടി വരെ ഈ പൊസിഷനിൽ കൊണ്ടുവരിക. ഇവിടെ നിന്ന് ഉയരും. നമ്മളുടെ നാഭി പൊക്കിൾ വരെയുള്ള ഭാഗം മുകളിലേക്ക് ഉയർത്തും. തല പരമാവധി പുറകിലേക്ക് കൊണ്ടുപോകണം. നോട്ടം പുറകിലേക്ക്. ശ്വാസം വിട്ട് നെറ്റ് ടച്ച് ചെയ്യും. വീണ്ടും താടി വരെ ഉയർത്തിയിട്ട് മുകളിലേക്ക് പോകുന്നു. ബ്രീത്ത് വിട്ട് നെറ്റ് ടച്ച് ചെയ്യും. താടി വരെ ഉയർത്തും. ബ്രീത്ത് എടുത്ത് മുകളിലേക്ക് പോകും. ബ്രീത്ത് വിട്ട് താഴെ. 3, 5, 7, 10 ടൈംസ് ചെയ്യുക. മകരാസന വിശ്രമാസനത്തിൽ വന്ന് നമ്മൾ വിശ്രമിക്കും. ഇതാണ് ഭുജംഗാസനം എന്ന് വിളിക്കുന്ന സവിശേഷമായിരിക്കുന്ന ആസനം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ധനുരാസനമാണ്. ധനുരം ശരീരത്തെ വില്ല് പോലെ വളച്ച് മുകളിലേക്ക് ഉയർത്തുന്നതാണ്. ഞാൻ വലിച്ചു കെട്ടിയ വില്ല് പോലെ. ഇത് ചെയ്യാനായി കാലുകൾ കൂട്ടിച്ചേർത്ത് കൈകൾ ശരീരത്തോട് ചേർത്ത് കിടക്കുക. ആദ്യം വലത് കാൽ മടക്കുക, ശേഷം ഇടത് കാൽ. വലത് കൈ കൊണ്ട് വലത് കാലിന്റെ ആംഗിൾസിൽ പിടിക്കുക, ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ ആംഗിൾസിൽ പിടിക്കുക. താടി ഭൂമിയിൽ സ്പർശിച്ച പൊസിഷനിൽ കിടക്കുക. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് ശരീരത്തെ വലിച്ച് മുകളിലേക്ക് നമ്മൾ ഉയർത്തും. ശ്വാസം വിട്ടിട്ടാവും, താടി ടച്ച് ചെയ്യും. വീണ്ടും ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഡൗൺ. അതായത് അരക്കെട്ടിലായിരിക്കും നമ്മളുടെ ശരീരത്തെ ബാലൻസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഭാഗങ്ങളും മുകളിലേക്ക് വീഴും. ഇത് ഡയബറ്റിക് പേഷ്യൻസിന് ഇതിലൊരു തെറാപ്പി ഉപയോഗിക്കാറുണ്ട്. ശരീരത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിക്കും. അതായത് നമ്മളുടെ പാൻക്രിയാസിനെ, അതേപോലെ വയറിലുള്ള അവയവങ്ങളെ, വൃക്കുകളെ, കരളുകളെ ഒക്കെ
സ്വാധീനിക്കുന്ന ഒരു വ്യായാമമായിട്ട് അതിനെ പറയുന്നു. പ്രത്യേകിച്ച് പാൻക്രിയാസിന്റെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുക. അത് ഈ പൊസിഷനിൽ വന്നിട്ട് ബോഡി ഇങ്ങനെ ആട്ടും, മുന്നിലേക്കും പുറകിലേക്കും. ഇത് നമ്മുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ശക്തമാക്കും. ഇതിന്റെ ഒരു തെറാപ്പിക് യൂസ് ആണ്. ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഗുണപ്രദമാണ്. ഓക്കെ, ദെൻ വിശ്രമ നില. ഇത്രയുമാണ് നമ്മൾ കിടന്നുകൊണ്ട് ചെയ്യുന്ന ആസനാസ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആസനാസ്. ഓക്കെ, അനുപേതൊന്ന് റെക്കോർഡ് ഒന്ന് എൻഡ് ചെയ്തോ. സ്റ്റോപ്പ് ചെയ്യട്ടെ. ഒരു സെക്കൻഡ്.